മൈ ചാനൽ ഗാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീണ്ടും പുതിയ അപ്ഡേഷനുകൾ നമ്മുടെ പ്ലഗിൻ ആപ്പിലും ഇന്ത്യൻ ബൈക്ക് ട്രേഡിലും വന്നിട്ടുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റ് ഇപ്പം മാറി നമ്മളിപ്പോൾ ഫോൺ എടുത്ത് ഇൻ്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക, പേസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ പുതിയ അപ്ഡേഷൻ ആണ്. 3 വന്നിട്ടുണ്ട്. അത് നമ്മൾ 3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റത്തെ പാർട്ടാണ്. അപ്പോൾ അപ്ഡേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്ലഗിൻ ആപ്പിലോട്ട് പോവുക. ഇതാണ് നമ്മുടെ പ്ലഗിൻ ആപ്പിൻ്റെ പുതിയ ലോഗോ. IBD3 പ്ലഗിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ വെഹിക്കിൾസ് എടുത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. പക്ഷേ ആനിമൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു മൃഗം കൂടെ നമ്മുടെ സിംഹം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, നമ്മൾ ചീറ്റ് കോഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു ഓപ്ഷനായ ചീറ്റ് കോഡ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ ബൈക്കിൻ്റെ ഓപ്ഷനുണ്ട്. ഇങ്ങോട്ട് താഴോട്ടാക്കി കഴിയുകയാണെങ്കിൽ എന്നിട്ട് ഇവിടെ കാർ എന്ന് പറഞ്ഞ് കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കാറിൻ്റെയും ലോറിയുടെയും ചീറ്റ് കോഡ്സ് വരും. പിന്നെ ഇവിടെ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്, RJS മോഡ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഈ പ്ലെയർ മാക്സ് എന്ന ഓപ്ഷനാണ്. ഇത് ഓരോ യൂട്യൂബർമാർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ അത് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് കോപ്പി എത്തി കഴിഞ്ഞാൽ ഇവിടെ മോഡ് കോപ്പിഡ് നൗ ഓപ്പൺ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിംഗ് ആൻഡ് ഗോ ദ ഇൻ്റർനെറ്റ് പേസ്റ്റ് ഇന്ന് വന്നാൽ മാത്രം നമ്മൾ എടുക്കുക. നമ്മളിനി ബാക്ക് അടിച്ചിട്ട് നമ്മുടെ IBD3 എന്ന ഗെയിമിൽ പോവുക, നമ്മുടെ ഇന്ത്യൻ ബൈക്ക്. അവിടെ പോയതിന് ശേഷം നമ്മൾ ഫോൺ എടുക്കുക, ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പേസ്റ്റ് എന്നാണ്, നമ്മുടെ പഴയതൊക്കെ മാറി ഇപ്പോൾ പേസ്റ്റ് എന്നാക്കി. പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലീസ് വെയിറ്റ്. 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ടൈമറുണ്ട് 5 മിനിറ്റ്. അതുവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കത്തുള്ളൂ. നമ്മുടെ ട്രാക്ടർ നമുക്ക് എടുക്കാം. ട്രാക്ടറിന് ചീറ്റ് കോഡ് 9 വെറുതെ അടിച്ചാൽ കിട്ടത്തില്ല. അതെങ്ങനെ എടുക്കണമെന്നുള്ളത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നമ്മൾ ട്രാക്ടർ എടുക്കാം. അങ്ങനെ നമ്മുടെ ട്രാക്ടർ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രാക്ടർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ട്രാക്ടറിനകത്ത് കയറാം. നമ്മുടെ ബസ്സിനെ പോലെ ഇച്ചിരി സ്ലോ ആണ് ഗൈസ്. നമുക്ക് 5 മിനിറ്റ് എങ്ങനെയെങ്കിലും കളഞ്ഞാൽ പറ്റുള്ളൂ. ട്രാക്ടർ എന്ന് പറയാത്ത നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റേ നമ്മുടെ ഓട്ടോറിക്ഷ പോലെ അവിടെ ഇങ്ങനത്തെ വണ്ടികളാണ് ആളുകളെ ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ LTM ഫ്രണ്ട് കാണും. നമുക്കിത് റാമ്പിനകത്ത് കയറ്റാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. 5 മിനിറ്റ് നമുക്ക് വെറുതെ കളയേണ്ടതായിട്ടുണ്ട്. റാമ്പിനകത്ത് നമ്മൾ റാമ്പിൽ നിന്ന് തറ കണ്ടിട്ടുണ്ട്. ഇത് ഇവനിങ്ങനെ മറിഞ്ഞ് വീണ സമയത്ത് ഭയങ്കര ലാഗാണ് ഗൈസ്. ഇത് ചെയ്യാൻ ഇത് നമുക്ക് നമ്മുടെ ബസ്സിന്ന് എടുത്ത് നോക്കാം. ബസ്സിൻ്റെ ചീറ്റ് കോഡ് 5599. അതിന് മുമ്പ് നമുക്ക് ഇനി എത്ര മിനിറ്റും കൂടെ ഉണ്ടെന്ന് നോക്കാം. ഇനി 1 മിനിറ്റും കൂടെ ഉണ്ട്. ഇത് സമയം കളഞ്ഞേക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ ബസ്സിൽ കയറാം. ബസ് യാത്ര ഭയങ്കര ബോറാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നിഞ്ച H2R എടുത്ത് നമ്മുടെ ബോട്ട് പോയി ഒരു കിടക്കാച്ച് ബോട്ട് യാത്ര ചെയ്തിട്ട് വരാം. നമുക്കിനി ടൈം 22 സെക്കൻഡും കൂടെ ഉള്ളു ഗൈസ്. നമുക്കിനിപ്പോൾ ബോട്ട് യാത്ര നമ്മൾ തൽക്കാലം പോകുന്നില്ല.
ഓക്കെ, ഒരു ഫയൽ ലോഡെന്ന് കാണിക്കും. ഓക്കെ, ഫയൽ ലോഡെന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് വരണമെങ്കിൽ ബാക്ക് എടുക്കുക, നമ്മൾ വീണ്ടും പ്ലേ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലത്തായിട്ട് എത്തിച്ചേരുക. നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിലേക്കൂടെ താർ ഓടിച്ചുകൊണ്ട് പോകാനാണ് നമ്മുടെ ചലഞ്ച്. നമുക്ക് താർ മാത്രമല്ല ഏത് വണ്ടി വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാം. നമുക്ക് താർ എടുത്ത് ഓടിച്ചു നോക്കാം. ഒരു യൂട്യൂബർമാർ സെറ്റ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. ബ്രേക്കില്ല, അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പാടുള്ള ചലഞ്ചാണ്. പക്ഷെ ബൈക്കാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് എടുക്കാമായിരുന്നു. പക്ഷെ ഇത് നമ്മൾ കാറായിപ്പോയി. ബൈക്കാണെങ്കിൽ എപ്പോഴേ വളച്ചേറ്റി എടുക്കാമായിരുന്നു. നമുക്കെന്തായാലും ഈ കാർ കംപ്ലീറ്റ് ചെയ്യാൻ അതുകൊണ്ട് നമ്മുടെ ബൈക്ക് എടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ തൽക്കാലം ബുള്ളറ്റാണ് എടുക്കുന്നത്. നമുക്ക് ഈ ബൈക്ക് കൊണ്ട് ചിലപ്പം എത്തിയേക്കാം. താറുകൊണ്ട് നമ്മുടെ ബുള്ളറ്റ് എത്തിയിട്ടുണ്ട്. താറുകൊണ്ട് നമുക്ക് ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല, ഭയങ്കര പാട്. മാത്രം ഇടുങ്ങിയ വഴിയാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആദ്യം തൊട്ട് ഒന്നും കൂടെ ഇപ്പോൾ കളിക്കാം. എന്തായാലും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അടങ്ങും. നമ്മുടെ കാറ് ഇതിലെ കൂടി എന്ത് പാട് കിട്ടാമെന്ന് നിങ്ങൾ കണ്ടയാണല്ലോ ഗൈസ്. നമ്മുടെ ബുള്ളറ്റ് സ്മൂത്തായിട്ട് കയറി സ്മൂത്തായിട്ടാണ് ഗൈസ് കയറിപ്പോകുന്നത്. പക്ഷേ ഇതെന്ത് ടാസ്ക്കാണ്, നമുക്ക് വഴിയൊന്നും നല്ല വൃത്തിക്ക് മനസ്സിലാവില്ല. ഇതെങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടാൻ മതി. ഓ, അവിടെ ഒരു റാമ്പ് ഉണ്ട് ഗൈസ്. ഈ സാധനം നമ്മുടെ റോഡിലൊക്കെ നടുക്കുന്ന ഡിവൈഡർ പോലത്തെ സാധനമാണ് തോന്നുന്നു. കൂടെ കയറ്റാൻ ഇച്ചിരി പാടാണ്. കരയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു എല്ലാം.
ഇന്ന് എൻ്റെ സ്വരം ഇച്ചിരി ഒച്ചയടച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് വല്ലാത്ത പോലെ പോകുന്നത്. ഈ ചലഞ്ച് ഇച്ചിരി ടഫാണ്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ നടുക്കും വീണ്ടും നമ്മൾ കയറാൻ പോവാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് പകുതി വഴി എങ്ങനെയാണ് ഗൈസ് ഉപേക്ഷിച്ചോളൂ വെള്ളമാക്കിയിട്ട്. അത് നമ്മൾ പകുതിക്കിട്ട് ഒന്നും കൂടെ കയറി ഈ ചലഞ്ച് പൂർത്തിയായിരിക്കും. എങ്ങനെയെങ്കിലും ഈ ചലഞ്ചിൽ നിന്ന് പൂർത്തീകരിച്ചിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ല. നമ്മൾ പകുതിക്കിട്ട് വീണ്ടും കയറിയിട്ടുണ്ട് നമുക്ക് ചലഞ്ച് പൂർത്തിയാക്കാൻ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടിക്കും വെച്ച് സൂക്ഷിച്ച് ഓടിക്കുക, പ്രത്യേകിച്ച് കണ്ടെയ്നറിൻ്റെ പുറത്ത് ഓടിക്കുമ്പോൾ. നമ്മൾ ഒരു ബുള്ളറ്റും കൂടെ എടുക്കാം. നമ്മുടെ മറ്റേ ബുള്ളറ്റ് അവിടെ കുടുങ്ങിപ്പോയി. എന്തായാലും വല്ലാത്തൊരു ടാസ്ക് തന്നെയാണിത്. ഗൈസ് എന്തായാലും നമുക്ക് ഈ ചലഞ്ച് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ചുറ്റിക്കറങ്ങി എത്രത്തോളം ഉണ്ടോ നോക്കിയിട്ട് വരാം. ഗൈസ് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതെനിക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നുന്നു. പക്ഷേ ഇതിനെക്കാട്ടും സിമ്പിളായിട്ടുള്ള രണ്ട് ചലഞ്ചുകൾ ഇനിയും ഉണ്ട്. ഈ ചലഞ്ച് ഇതിനെക്കൊണ്ട് പറ്റുന്നില്ല. ഗൈസ് നിരാശയോടെയാണ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.